നമസ്കാരം. ബാർക്കോഴ കേസിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പരാമർശവുമായി വീണ്ടും ഹൈക്കോടതി രംഗത്തെത്തി. CBIക്ക് വിടാൻ എന്താണിത്ര മടി എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കാനല്ലാതെ സർക്കാരിന് എന്തു കഴിയും? പകച്ചു നിൽക്കാതെ ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. പ്രതിയായ മുൻ മന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ മുഖ്യമന്ത്രി, പ്രതിയായ മുൻ മന്ത്രിയുടെ പിന്തുണയോടെ ഭരിക്കുന്ന സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസി, അതേ നേതാവിനെ വിശുദ്ധനാക്കിയ വിജിലൻസ് മന്ത്രി, കോടതിക്ക് എങ്ങനെ ചോദിക്കാതിരിക്കാൻ കഴിയും? അതുകൊണ്ട് ഹൈക്കോടതി വീണ്ടും ചോദിച്ചു കളഞ്ഞു, ബാർക്കോഴ കേസിൽ വിജിലൻസിന്റെ അന്വേഷണം എങ്ങനെ നീതിപൂർവകം ആകും എന്ന്. ഉമ്മൻചാണ്ടിക്ക് മേൽ കോടതി വഴിക്ക് കിട്ടുന്ന അടിക്ക് കൈയും കണക്കുമില്ല. ബാർക്കോഴ സർക്കാരിനെയും കൊണ്ടേ പോകൂ എന്നായി കഴിഞ്ഞു. ഹൈക്കോടതിയിൽ വല്ല വിധി ഉണ്ടായോ? കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. അതെനിക്കത് എന്റെ പേരിലുള്ള ഒരു കേസ് ഇന്ന് കോടതിയിലില്ല. എന്റെ പേരിലുള്ള ഒരു കേസ് ഇന്ന് കോടതിയില്ല. അത് വരുമ്പോ പറയാം. ഇല്ല, അതിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കാല് വെച്ച ഭൂമിയും കുഴിഞ്ഞു താണുപോയി, കണ്ടു നിന്നതൊക്കെ ഇന്നു മെല്ലെ മാഞ്ഞു മാഞ്ഞുപോയി. വിരിഞ്ഞ പൂമരം കൊഴിഞ്ഞു വീണുപോയി, എടുത്തു വെച്ചതൊക്കെ ഇന്ന് താഴെ വീണുപോയി. നേരെ അറിയാൻ CBI എന്ന് പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല. CBIക്കും ഡിഫക്റ്റുകളൊക്കെ ഉണ്ട്. എങ്കിലും കോർട്ടിന്റെ കമന്റ് ഗവൺമെന്റ് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. കനവായി ഞാൻ നാള് നീള കണ്ടതൊക്കെ നീനവായപ്പോ താഴെ വീണുടഞ്ഞു പോയി. ഉള്ളിലുള്ളതൊക്കെ പൂത്തു നിന്നതൊക്കെ ആരാരോ കൊണ്ടുപോയേ. വിജിലൻസ് അന്വേഷണം തികച്ചും നീതിപൂർവമാണ്. വിജിലൻസ് സത്യസന്ധവും നിഷ്പക്ഷവുമായിട്ട് അന്വേഷിക്കുകയുള്ളൂ. അക്കാര്യത്തിൽ സംശയം വേണ്ട. അത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മൊഴി കൊടുത്തിട്ട് പുറത്തു വന്ന ഇതുപോലെ ചാനലിൽ പറയുമ്പോൾ ആ കാര്യങ്ങൾ കേട്ട് പറഞ്ഞതാണ്. ബാർക്കോഴ കേസ് മൂലം ഉമ്മൻചാണ്ടിക്കും കൂട്ടർക്കും നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ അവസ്ഥയും തഥൈവ. BJPക്കാരോട് വീമ്പിളക്കിയിട്ട് കാര്യമായി ഒന്നും നേടാനായില്ല. വെള്ളാപ്പള്ളിയുടെ സ്വന്തം വാർഡിൽ പോലും BJPയെ ജയിപ്പിക്കാൻ കഴിയാത്തതിന്റെ മാനക്കേട് എങ്ങനെ തീർക്കും? കണിച്ചുകുളങ്ങരയിൽ 10-15 വോട്ട് കൂടി എന്നതിന്റെ ബലത്തിൽ തൽക്കാലം പിടിച്ചു നിൽക്കുകയാണ്. ഇനി സമത്വ മുന്നേറ്റ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുന്നതോടെ ശക്തനാകാം എന്ന ഒരേയൊരു പ്രതീക്ഷയാണ് വെള്ളാപ്പള്ളിക്ക്. യാത്ര അവസാനിക്കുന്നതോടെ നിലവിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു സംഭവമായിരിക്കുമല്ലോ. എന്തായാലും തെരഞ്ഞെടുപ്പ് ക്ഷീണമൊക്കെ തീർത്ത് യാത്രയൊന്ന് ഉഷാറാക്കാൻ പ്രാർത്ഥനകളുമായി അമ്പലങ്ങളിൽ കയറിയിറങ്ങുകയാണ് നടേശഗുരു. சாமி காட்டு வழியிலே பரிமரச்சி வரத கேளுகிற வழியிலே வாரார் வாரார் கருப்பு சாமி காட்டு வழியிலே பரிமரச்சி வரத கேளுகிற வழியிலே வராண்டா வராண்டா கருப்பு எங்க வராண்டா சங்கலி பரம்பரையில் சங்கலி கருப்பு வராண்டா ത്രിമൃഗനെ മനസ്സിൽ വിചാരിച്ച് ശൂലം കയറ്റിക്കോളൂ. എവിടെ? കവിളിൽ. എന്നിട്ട് യാഗശാലയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചോളൂ. അമ്മേ നീച്ചത്തിരി കടൽ താണ്ടി കറുപ്പ് ഇങ്ങ വരാണ്ടാ. കടൽ താണ്ടി ഏഴ് കടൽ താണ്ടി ഏഴ് മലകൾ താണ്ടി വരുവാരൻ സാമി. വരുവാരൻ സാമി സൂടത്തിനി കാമി സങ്കിലിயை கொண்டு நேரில் வருவாண்டா. இச்சருவாயேந்தி காவல் நிற்பாண்டா. வரார் வரார் கருப்பு சாமி காட்டு வழியிலே பரிமரச்சி வரத கேளு. അമ്മേ ഗുരുവായൂരപ്പ ശുക്ലാമൃതനും നീവും ലേഡീസ് കുറവാണല്ലോ. ശയനപ്രദക്ഷിണം കഴിഞ്ഞു. പാരിശുതമ്പുകിരി തല കറങ്ങി 3 ലോകവും കണ്ടു. കിരീടവും ചൊക്കൊന്നും തെളിഞ്ഞില്ല. തെരഞ്ഞെടുപ്പിന്റെ ക്ഷീണം ഒരു ഭാഗത്ത്, ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളെ വിറ്റ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു എന്ന വിമർശനം മറുഭാഗത്ത്.
എന്തായാലും ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്നെങ്കിൽ ചാട്ടവാറ് കൊണ്ട് വെള്ളാപ്പള്ളിയെ അടിച്ചേനെ എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഗുരുവിനെക്കുറിച്ച് താൻ ഒഴികെ ആരെങ്കിലും മിണ്ടിയാൽ അത് ഗുരുനിന്ദയാണ് എന്ന് അങ്ങ് തട്ടിവിടുക, അതാണ് നടേശ ഗുരുവിൻ്റെ പുതിയ തന്ത്രം. ഗുരു ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ചാട്ടവാറിന് എന്നെ അടിക്കുമായിരുന്നു എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കല്ലുകളിയൊന്ന് കടന്നൽക്കൂട്ടിൽ കൊണ്ടുകഴിഞ്ഞു. ഇനി കസേരയിൽ കാലും കെട്ടിവെച്ച് ഞാൻ കുട്ടികളുടെ കളി കാണും. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. കാരണം ഈ കേരളത്തിൽ ജനിച്ച് വളർന്ന് ഇത്രയും വരെ ഉന്നതനായ ഒരു നേതാവിന് ഗുരുവിനെ പോലും ഇത്ര പോലും അറിയാതെ പോയി എന്നുള്ളതാണ്. കാലത്ത് തന്നെ ചമ്മലായി. തലയ്ക്കും നെഞ്ചിലും തുള വീഴുന്നതിലും ഭേദമല്ലേ. കാരണം ഗുരു ആരെയും ചാട്ടവാറ് കൊണ്ട് അടിക്കണമെന്ന് പറയാറില്ല. ഒരു എറുമ്പിനും വരുത്തരുത് എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ചാട്ടവാർ പ്രയോഗം പറഞ്ഞതോടുകൂടി തന്നെ അദ്ദേഹം ഒരു ഗുരു നിന്ദയാണ് കാണിച്ചത് പറഞ്ഞത്. പടവലിവെട്ട് സംസ്കാരമോ ഈ ചാട്ടവാറടി സംസ്കാരമോ ഒന്നും ഗുരു ആരോടും പറഞ്ഞിട്ടില്ല. ചാട്ടവാറ് കൊണ്ട് ഗുരു അടിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് അതൊരു ഗുരുനിന്ദയായിപ്പോയി, ഒരു അവിവേകമായ ഒരു പ്രസ്താവനയായിരുന്നു. അദ്ദേഹം അടിക്കാൻ വരട്ടെ, കുഴപ്പമില്ല. ആയുധം കൊണ്ടല്ല നേരിടേണ്ടത്, ആശയപരമായി നേരിടണം. പാഞ്ചോ, നീ പേടിക്കണ്ട, എന്റെ കയ്യിൽ ഒരു ടെക്നിക് ഉണ്ട്. എന്താണ് ആ ടെക്നിക്? ഭ്രാന്തന്മാരും പട്ടികളും ഒരുപോലെയാണ്. നമ്മൾ അനങ്ങിയാൽ അവർ കടിക്കും. അതുകൊണ്ട് നമ്മൾ അനങ്ങാതിരുന്നാ മതി. ആ ടെക്നിക് നമുക്കറിയാം, പക്ഷെ അവർക്കറിയില്ലല്ലോ. കോടിയേരിയൊക്കെ എളുപ്പത്തിൽ അങ്ങനെ രക്ഷപ്പെടാം എന്നൊന്നും കരുതേണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ക്ഷീണം തീർക്കാൻ സമത്വ മുന്നേറ്റ യാത്രയും പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി വരികയാണ് നടേശ ഗുരു. ഹൈന്ദവ മുന്നേറ്റത്തിന് ഒരുവിധ ഭംഗവും വരുത്താൻ ആർക്കും കഴിയില്ല. കാരണം സമൂഹ നന്മ എന്നത് വെള്ളാപ്പള്ളിക്ക് ഒരു അസുഖമാണ്. അതിന് മരുന്ന് പോലും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാം നല്ല ഭംഗിയായിട്ട് എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലയിടത്തെല്ലാം എൻ്റെ മകൻ്റെ തല കളയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വെട്ടി. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ തല വെട്ടുമ്പോൾ തന്നെ എങ്ങനെയാ സഹിക്കണം? എനിക്ക് ഈഗോ ഇല്ല. ആരുമായിട്ട് പൊതു നന്മയാണ് എനിക്ക് ലക്ഷ്യം, സമൂഹ നന്മയാണ്, ഭൂരിപക്ഷ സമുദായത്തിന്റെ നന്മയാണ് എനിക്ക് ലക്ഷ്യം. അല്ല, അതിന് പറ്റി വരുന്നൊന്നുമില്ല നിങ്ങളതിൽ. എന്താ ഈ കുഞ്ഞു പറയണേ? അതിനുള്ള മരുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ സേവിക്കായിരുന്നു. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇനി ആത്മഹൂതി ചെയ്യണോ, അതിന് ഞാൻ തയ്യാറാണ്. എനിക്കിവിടെ ഈഗോ ഇല്ല, ഞാനെന്ന ഭാവമില്ല, നമ്മളെന്ന ചിന്തയുള്ളു. നല്ല നാടൻ ചാരായത്തിലെ കടുപ്പത്ത് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഒരു പുരിയാണ്ട് പിടിക്കാം, പിന്നെണ്ടാവില്ല പറ. വെള്ളാപ്പള്ളി മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പോടെ അസലായി പെട്ടിരിക്കുന്ന മറ്റൊരാളുണ്ട്, സാക്ഷാൽ AP അബ്ദുള്ളക്കുട്ടി. സരിതാ സംഭവത്തിന് ശേഷം കാര്യമായ പൊതുപരിപാടികളിലൊന്നും കോൺഗ്രസ് പങ്കെടുപ്പിക്കാറില്ലെങ്കിലും സ്വന്തം മണ്ഡലമായ കണ്ണൂരിനെ കുറിച്ച് അബ്ദുള്ളക്കുട്ടിക്ക് പ്രതീക്ഷകൾ ഏറെയായിരുന്നു. ആദ്യമായി കോർപ്പറേഷനായതല്ലേ, അതുകൊണ്ട് കോൺഗ്രസിന്റെ മേയർ ഉണ്ടാകുമെന്ന് വെല്ലുവിളിച്ച് നടന്നു. പാർട്ടിക്കാർ യോഗങ്ങളിലേക്കൊന്നും വിളിക്കാത്തതിനാൽ ഫേസ്ബുക്കിലൂടെയായിരുന്നു വെല്ലുവിളികൾ. ആദ്യത്തെ വെല്ലുവിളി തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു. എന്തെങ്കിലും നോക്കണേ, ഒരു കാര്യം പറയാനുണ്ട്. താനൊന്നും പറയണ്ട. പറയണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ, പോ അപ്പുറത്ത്. എനിക്ക് ഇവരോട് ഒരു കാര്യം പറയാണ്ടെന്ന്. തനിക്ക് വന്നേ. എന്താ എവിടേക്ക്? ഇല്ല. തനിക്കിതെന്താ പറ്റിയത്? ആ കാര്യല്ല, വേറെ കാര്യ. താനൊന്നും പറയണ്ട, ഓടോ. ഒരു കാര്യം പറയാണ്ടായിരുന്നു. കുറച്ചു നേരമായാലോ പറയണു, പറയൂ. എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളോട് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പലർക്കും ആശങ്കയുണ്ട്. ഒരാശങ്കക്കും അടിസ്ഥാനമില്ല. കേരളം മുഴുവൻ ഉണ്ടാകുന്നത് പോലെ നല്ല വിജയം ഇവിടെ ഉണ്ടാവും. ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചുതരാം. കോർപ്പറേഷനിൽ 55 സീറ്റിൽ 40 സീറ്റ് ഉറപ്പ്, 45 വരെ പോകാം. മുനിസിപ്പാലിറ്റിയിൽ 8 എണ്ണത്തിലാണ് 8 മുനിസിപ്പാലിറ്റിയാണ് ഇവിടെ ഉള്ളത്. 7 എണ്ണത്തിലെ ഇലക്ഷനുള്ളൂ. മട്ടന്നൂർ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നില്ല. അതിൽ 7-ൽ 3 എണ്ണം ഉറപ്പായിട്ട് ജയിക്കും. പാനൂര്, ഇരട്ടി, തളിപ്പറമ്പ്. പക്ഷേ പയ്യന്നൂരും വിജയിച്ചാൽ നിങ്ങൾ ആരും ആശ്ചര്യപ്പെടരുത്, നല്ല അടിയൊഴുക്കും അവിടെയുണ്ട്. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ. പിന്നെ പഞ്ചായത്തിലും ബ്ലോക്കിലും വലിയ മുന്നേറ്റം നടക്കുന്ന ഒരു കാലമായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ചുവപ്പ് കോട്ടയിൽ ഇക്കുറി ഒരു തകർപ്പൻ വിജയം. ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല
പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കർഷണം കിട്ടിയമാര് ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. പാവം കാര്യമറിയാതെ വെല്ലുവിളിക്കുകയാണ് എന്ന് കരുതി ക്ഷമിക്കാം. എന്നാൽ കുട്ടി അതിനൊന്നും വിടില്ല. കൗൺസിലർമാർ സമാസമമായതോടെ വിമതൻ PK രാഗേഷിൽ തട്ടി ഇടതുമുന്നണി വിജയിപ്പിക്കും എന്നുറപ്പായ സമയത്താണ് കോടിയേരിയെ വെല്ലുവിളിച്ച് അബ്ദുള്ളക്കുട്ടിയുടെ അടുത്ത പ്രതികരണം. PK രാഗേഷിനെയും കൂട്ടി കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കാമെന്ന കോടിയേരിയുടെ മോഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. കോടിയേരിയുടെ പാർട്ടി PK രാഗേഷിന്റെ ശരീരത്തിനും മനസ്സിനുണ്ടാക്കിയുള്ള മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. കോടിയേരി, ആ മുറിവണക്കാനുള്ള വല്ല വിദ്യയും മരുന്ന് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഈ മോഹം നടക്കും. കണ്ണൂർ UDF ഭരിക്കാൻ തന്നെയാണ് സാധ്യത. ഒരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി, അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി, ഇനി മരിച്ചാൽ ഐഡിയ പറയും. ഇതാണ് കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നാട്ടിലിറങ്ങി പ്രസംഗിക്കാനൊന്നും പോകാത്തതിനാൽ ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണങ്ങൾ മാത്രം സഹിച്ചാൽ മതി. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുട്ടിക്ക് കണ്ണൂർ നൽകണ്ട എന്ന് K. സുധാകരൻ എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ഹിന്ദി വിശാരദൻ. ഞാൻ പഠിച്ചല്ലോ, നിനക്ക് എന്താ പ്രശ്നം? क्या चाहिए? चाय चाय वाणो हमारा राष्ट्रभाषा हिंदी है.